ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഹലോ പ്രിയപ്പെട്ട MA വിദ്യാർത്ഥികളെ, വളരെ ആവേശകരമായ മറ്റൊരു ചരിത്ര പഠനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. 16-ാം നൂറ്റാണ്ടിലെ മലബാർ നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പോർച്ചുഗീസ് അധിനിവേശത്തിന്റെ ഭീഷണിയിൽ തോക്കുകൾക്കും പീരങ്കികൾക്കും മുന്നിൽ ശ്വാസം മുട്ടുന്നൊരു കാലഘട്ടം. ആ ഒരു വല്ലാത്ത ചരിത്ര പശ്ചാത്തലത്തിലേക്കാണ് ഈ വിശദീകരണ പഠനത്തിലൂടെ നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. നിങ്ങളുടെ UGC നെറ്റ് പരീക്ഷകൾക്ക് വളരെ നിർണായകമായൊരു ടോപ്പിക്കാണിത്. അതുകൊണ്ട് എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ പരീക്ഷയെ വളരെ എളുപ്പത്തിൽ നേരിടാൻ സഹായിക്കുന്ന 5 പ്രധാന കാര്യങ്ങളാണ് നാം ഇന്ന് നോക്കുന്നത്. 1. ഷെയ്ഖ് സൈനുദ്ദീൻ സഗീർ. 2. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. 3. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം. 4. പുസ്തകത്തിന്റെ ഭാഗങ്ങൾ. ഒടുവിലായി 5. അതിന്റെ വിവർത്തനങ്ങൾ. ഒന്നാമത്തെ ഭാഗം, ഷെയ്ഖ് സൈനുദ്ദീൻ സഗീർ. ഓക്കെ, നമുക്ക് ഈ ഇതിഹാസ നായകനിൽ നിന്ന് തന്നെ തുടങ്ങാം. അദ്ദേഹം വെറുമൊരു വ്യക്തിയോ പോർക്കളത്തിലെ ഒരു പോരാളിയോ ആയിരുന്നില്ല. മറിച്ച് തന്റെ തൂലിക വാളിനേക്കാൾ എത്രയോ മൂർച്ചയുള്ളതാണെന്ന ലോകത്തിന് തെളിയിച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു. അതെ, സാക്ഷാൽ ഷെയ്ഖ് സൈനുദ്ദീൻ അൽ സഗീർ. ഹിജ്റ 937, അതായത് AD 1532 അദ്ദേഹത്തിന്റെ ജനനം. തന്റെ പ്രശസ്തനായ ഗുരു ശിഹാബുദ്ദീൻ ബിൻ ഹജർ അൽ ഹൈത്തമിയിൽ നിന്നാണ് അദ്ദേഹം അറിവ് നേടിയത്. അതിനുശേഷം പൊന്നാനിയിൽ അദ്ദേഹം 36 വർഷത്തോളം അധ്യാപനം നടത്തി. അറിവിന്റെ ഒരു വലിയ പ്രകാശഗോപുരമായി അദ്ദേഹം മാറുകയായിരുന്നു. ഈ വലിയ പണ്ഡിതന്റെ അന്ത്യവിശ്രമസ്ഥാനത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും ചെറിയൊരു തർക്കമുണ്ട് കേട്ടോ. ചിലരത് പൊന്നാനിയിലാണെന്നും മറ്റു ചിലരത് ചോമ്പാലിയിലാണെന്നും പറയുന്നുണ്ട്. പരീക്ഷാ വീക്ഷണത്തിൽ ഈ 2 കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി രണ്ടാമത്തെ ഭാഗം, അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. ഇവിടെ നിങ്ങൾ കുറച്ചു കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. കാരണം UGC നെറ്റിലെ ഏറ്റവും അധികം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണിത്. ഈ 8 കൃതികളുടെ അറബി പേരുകൾ കൃത്യമായി തന്നെ നിങ്ങളുടെ മനസ്സിൽ പതിയണം. ഞാൻ പറയാം. 1. തുഹ്ഫത്തുൽ മുജാഹിദീൻ. 2. ഇർഷാദുൽ ഇബാദ്. 3. ഖുർറത്തുൽ ഐൻ. 4. ഫത്ഹുൽ മുയീൻ. 5. അഹ്കാമു ഇഹ്കാമിൻ നിക്കാഹ്. 6. അൽ ഫതാവൽ ഹിന്ദിയ. 7. അൽ അജ്വിബത്തുൽ അജബിയ. 8. അൽ ജവാഹിർ ഫി ഒക്കൂബത്തി അഹ്ലിൽ കബായിർ. ഈ പേരുകൾ ഒരു താളത്തിൽ തന്നെ വായിച്ചു പഠിക്കുക. ഇതെപ്പോഴും നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഉണ്ടായിരിക്കണം. മൂന്നാം ഭാഗം, തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥവും അതിന്റെ ചരിത്രവും. ഷെയ്ഖിന്റെ നിരവധി കൃതികൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. എന്നാൽ അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കിയ ഒരു മാസ്റ്റർ പീസിനെക്കുറിച്ചാണ് നമ്മളിനി ആഴത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമായിരുന്നില്ല, തുഹ്ഫത്തുൽ മുജാഹിദീൻ. മലബാറിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളും സാധാരണ ജനങ്ങളുടെ കഷ്ടപ്പാടുകളും കണ്ട ഷെയ്ഖ് ഒരിക്കലും വെറുതെയിരുന്നില്ല. ഒരു നാട്ടുകാരൻ കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ചെഴുതിയ ആദ്യത്തെ ഗ്രന്ഥമാണിത്. പുറത്തുനിന്ന് വന്ന വിദേശികളുടെ കണ്ണിലൂടെയല്ല, മറിച്ച് സ്വന്തം നാടിന്റെ മണ്ണിൽ നിന്ന് ആ നാടിന്റെ വേദനകൾ നേരിട്ടറിഞ്ഞ ഒരു തദ്ദേശീയൻ അറബി ഭാഷയിൽ എഴുതിയ ആദ്യത്തെ ചരിത്രരേഖയാണിത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു സാധാരണ പുസ്തകം മാത്രമായിരുന്നില്ല എന്നതാണ്. പരീക്ഷയിലെ വളരെ വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണിത്. ബീജാപൂർ ഭരിച്ചിരുന്ന സുൽത്താൻ അലി ആദിൽ ഷായ്ക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചൊരു വിലയേറിയ ഉപഹാരമായിരുന്നു ഇത്. പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ സൈനിക സഹായം തേടിയുള്ള ശക്തവും തന്ത്രപരവുമായൊരു നീക്കം. ഒരു പണ്ഡിതന്റെ അക്ഷരങ്ങൾ എങ്ങനെ ഒരു വലിയ ആയുധമായി മാറുന്നുവെന്ന് നോക്കൂ. നാലാമത്തെ ഭാഗം, ഈ പുസ്തകത്തിന്റെ 4 അധ്യായങ്ങൾ. ഈ പുസ്തകത്തിന്റെ രൂപകൽപ്പന അഥവാ ഘടന മനസ്സിലാക്കുക എന്നതാണ് നിങ്ങളുടെ പഠനത്തിൽ ഏറ്റവും നിർണായകം. നമുക്കിതെങ്ങനെ വികസിക്കുന്നു എന്ന് നോക്കാം. വളരെ ശാസ്ത്രീയമായി കൃത്യം 4 ഭാഗങ്ങളായാണ് അദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ആ 4 ഭാഗങ്ങളും ഈ ക്രമത്തിൽ തന്നെ നാം പഠിക്കേണ്ടതുണ്ട്. 1-ാം ഭാഗം ജിഹാദിന്റെ നിയമങ്ങളും അതിന്റെ പ്രതിഫലനങ്ങളും വിവരിക്കുന്നു. തുടർന്ന് 2-ാം ഭാഗത്തിൽ മലബാറിൽ ഇസ്ലാം എത്തിയതിന്റെ മനോഹരമായ ചരിത്രം പറയുന്നു. 3-ാം ഭാഗത്തിൽ മലബാറിലെ അവിശ്വാസികളുടെ ചില ആചാരങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4-ാം ഭാഗത്തിൽ ഇഫ്രഞ്ചുകൾ അഥവാ പോർച്ചുഗീസുകാർ എങ്ങനെ മലബാറിലെത്തുകയും
അവരുടെ ക്രൂരതകളും അതിക്രമങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് വിശദീകരിക്കുന്നു. ചരിത്രം പറയുന്ന ഈ ഒഴുക്ക് ശരിക്കും ഗംഭീരമാണ്. അഞ്ചാമത്തെയും അവസാനത്തെയും ഭാഗം ഈ ഗ്രന്ഥത്തിന്റെ പ്രാധാന്യവും വിവർത്തനങ്ങളും. ഇനി നമ്മൾ ഈ പുസ്തകത്തിന്റെ ലോകമെമ്പാടുമുള്ള സ്വാധീനത്തിലേക്കാണ് പോകുന്നത്. കാലങ്ങൾക്കിപ്പുറവും എന്തിനാണ് നാം ഇത് പഠിക്കുന്നത്? കാരണം ഇതൊരു മതപരമായ ഗ്രന്ഥം മാത്രമല്ല, പുരാതന കേരളത്തെക്കുറിച്ചും ഇസ്ലാമിന്റെ ആഗമനത്തെക്കുറിച്ചും പഠിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ചരിത്രരേഖ കൂടിയാണിത്. ഇനി വളരെ കൗതുകകരമായൊരു കാര്യം പറയാം. ഈ പുസ്തകം ആദ്യമായി അച്ചടിച്ചത് എവിടെ, എപ്പോൾ എന്നറിയാമോ? നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. ഷെയ്ഖ് ആർക്കെതിരെയാണോ പോരാടാൻ ആഹ്വാനം ചെയ്തത്, അതേ പോർച്ചുഗീസുകാരുടെ തലസ്ഥാനമായ ലിസ്ബണിൽ വെച്ച് 1898 ഈ അറബി ഗ്രന്ഥം ആദ്യമായി അച്ചടിക്കപ്പെട്ടത്. ചരിത്രത്തിലെ എത്ര വലിയൊരു വിരോധാഭാസമാണിത്, അല്ലേ? പരീക്ഷ എഴുതാൻ പോകുന്നവർ ഈ 2 പേരുകൾ എന്തായാലും ഓർത്തുവെക്കണം. കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലെ ചില സ്ഥിരം ട്രാപ്പുകളാണിവ. ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? റോളാൻഡ് സൺ. അതുപോലെ ഉർദുവിലേക്ക് വിവർത്തനം ചെയ്തത് ഷംസുള്ള ഖദീരി. ഇത് രണ്ടും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് മനസ്സിൽ നന്നായി പതിപ്പിക്കുക. ഇംഗ്ലീഷിലും ഉറുദുവിലും മാത്രമല്ല കേട്ടോ, ലോകത്തെ ഒട്ടുമിക്ക പ്രധാന ഭാഷകളിലേക്കും ഈ ഗ്രന്ഥം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിന്ദി, തമിഴ്, മലയാളം, ഗുജറാത്തി, ലാറ്റിൻ, പോർച്ചുഗീസ്, പേർഷ്യൻ തുടങ്ങിയ ഈ ലിസ്റ്റ് അങ്ങനെ നീളുകയാണ്. ഒരു പുസ്തകത്തിന്റെ ആഗോള സ്വാധീനം എത്രത്തോളം വലുതായിരുന്നു എന്ന് ഇതിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ പഠനം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഒരു ചെറിയ നാട്ടിൽ ഒരു പ്രദേശത്തിന്റെ മാത്രം കാര്യങ്ങൾ പറഞ്ഞൊരു ചരിത്രരേഖ എങ്ങനെയാണ് ഒരു ആഗോള പ്രതീകമായി മാറിയത്? കേരളത്തിന്റെ ഈ ഉജ്ജ്വല ചരിത്രവും ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പോരാട്ടവീര്യവും തീർച്ചയായും നിങ്ങളെ പ്രചോദിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഈയൊരു ആവേശം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാവണം. ഈ വിവരങ്ങൾ നിങ്ങളെ മനസ്സിൽ മായാതെ നിൽക്കട്ടെ. എല്ലാവർക്കും UGC നെറ്റ് പരീക്ഷകളിൽ വലിയ വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.